സനാതന ധർമ്മത്തിന്റെ ഒരു വീണ്ടെടുക്കലാണ്, വിരാട് രൂപമാണ് യഥാർത്ഥത്തിൽ ഈ മഹാഭാഗത്തിലൂടെ പുറത്തു വരുന്നത്. മലയാളികൾ മാറുകയാണോ അതോ ആത്മീയത മലയാളികളെ മാറ്റുകയാണോ? പിടിച്ചടക്കലുകൾ നടന്നതിന്റെ ഭാഗമായിട്ടാണ് അയോധ്യയാണെങ്കിലും മധുരയാണെങ്കിലും കാശിയൊക്കെ ആണെങ്കിലും നമുക്ക് നഷ്ടമായിരുന്നു. ചേരമാൻ പെരുമാളായിരുന്നു ഇവിടെ യജമാന സ്ഥാനത്ത് യാഗങ്ങൾക്ക് ഇരുന്നിരുന്നത്. പക്ഷെ ഇത്തവണ ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അങ്ങേക്കാണ്. പണ്ട് കാലങ്ങളിൽ പെരുമാക്കന്മാര് ഭരിച്ചിരുന്ന സമയത്ത് 12 വർഷം കൂടുമ്പോഴുള്ള ഈ മഹാമാഗത്തിൽ വെച്ചിട്ടാണ് അടുത്ത രക്ഷാപുരുഷനെ അല്ലെങ്കിൽ കേരളത്തിന്റെ രക്ഷാപുരുഷനെ നിശ്ചയിച്ചിരുന്നത്. ഇപ്പൊ ചേരമാൻ പെരുമാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും കോൺട്രവേഴ്സി ആയി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അദ്ദേഹം മക്കയിലേക്ക് പോയി മുസ്ലിമായി ഇവിടെ വന്ന് ആദ്യത്തെ പള്ളി സ്ഥാപിച്ചു, അതിനുശേഷം മരണമടഞ്ഞു എന്നുള്ളൊരു കഥയുണ്ട്. അങ്ങ് അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഭാരതത്തിലെ വലിയൊരു ആത്മീയ ഉണർവുണ്ടാക്കിയത് ശങ്കരാചാര്യ സ്വാമികളാണ്. അദ്ദേഹം മലയാളിയാണ്. ഈ മൗനി യോഗി എന്ന് പറയുമ്പോൾ എന്താണ്? നമസ്തേ, മൗനി യോഗി സ്വാമി ഹരിനാരായണനാണ് ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നത്. സ്വാമിജി നമസ്കാരം. നമസ്കാരം. ഇപ്പൊ നമുക്കറിയാം, ഭാരതത്തെ സംബന്ധിച്ച് ഏറെ സവിശേഷമായ ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാംസ്കാരികമായി വലിയ ഒരു എന്താ പറയാ മാറ്റത്തിനുള്ള തുടക്കത്തിലാണ് ഈ മഹാമാഘ മഹോത്സവം ഇവിടെ തിരുനാവായയുടെ മണ്ണിൽ നടക്കുന്നത്. എങ്ങനെയാണ് സ്വാമിജി ഇതിനെ നോക്കി കാണുന്നത്? ഇത് യഥാർത്ഥത്തില് കഴിഞ്ഞ കുംഭമേളയിലെ ധാരാളം പേരുടെ സാന്നിധ്യം കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ ഒട്ടേറെ പേർക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു അവിടെ എത്തണം എന്നുള്ളത്. എത്താൻ സാധിച്ചില്ല. ഒരുപക്ഷെ അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം 271 വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിവെക്കപ്പെട്ട ഈ മഹാമാഘം ഇപ്പോൾ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇപ്പൊ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് ഇത് നിർത്തുന്ന സമയത്ത് ചേരമാൻ പെരുമാളായിരുന്നു ഇവിടെ യജമാന സ്ഥാനത്ത് യാഗങ്ങൾക്ക് ഇരുന്നിരുന്നത്. പക്ഷെ ഇത്തവണ ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അങ്ങേക്കാണ്. എങ്ങനെയാണ് ആ ഒരു നിയോഗത്തെ നോക്കി കാണുന്നത്? ഇത് എൻ്റെ ഗുരുക്കന്മാരുടെയും എന്താ പറയുക, ഇവിടെയുള്ള ധാരാളം സാധകന്മാരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മാത്രമായിട്ടാണ് എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഉൾക്കൊള്ളുന്നു. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിന്റെ ഒരു ആത്മീയ ചരിത്രം എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഒരു ചരിത്രമുള്ള ഒരു നാടാണ്. പക്ഷെ കേരളത്തെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എവിടെയൊക്കെയോ മാഞ്ഞുപോയ ഒരു ചരിത്രമുണ്ട് നമുക്ക്. അല്ലെങ്കിൽ തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ വേണമെന്ന് വെച്ച് മറച്ചു പിടിച്ചൊരു ചരിത്രമുണ്ട്. ശരിക്കും ആ ചരിത്രത്തെയൊക്കെ തുറന്നു കാണിക്കാൻ, ശരിക്കും എന്തായിരുന്നു കേരളം എന്നും ഭാരതം എന്നും ഒക്കെ ഇന്നത്തെ തലമുറയിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയായി മഹാമാഘ മഹോത്സവം മാറുകയല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചെങ്കിൽ കേരളം അറിയപ്പെടുന്നത് തന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ മറിച്ച് യഥാർത്ഥത്തിലുള്ള ആത്മീയതയിൽ നിന്ന് ഒട്ടേറെ വിട്ടുമാറിയിട്ടാണ് കേരളം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ആ വിസ്മൃതിയിലായിട്ടുള്ള കഥകൾ മുഴുവൻ സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് ഈ മഹാമാഘത്തിലൂടെ പുനഃസ്ഥാപിക്കപ്പെടുന്നത്. ഇപ്പൊ ചേരമാൻ പെരുമാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും കോൺട്രവേഴ്സി ആയി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അദ്ദേഹം മക്കയിലേക്ക് പോയി മുസ്ലിമായി ഇവിടെ വന്ന് ആദ്യത്തെ പള്ളി സ്ഥാപിച്ചു, അതിനുശേഷം മരണമടഞ്ഞു എന്നുള്ളൊരു കഥയുണ്ട്. അങ്ങ് അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഏതൊരു രാഷ്ട്രത്തെയും കീഴടക്കാൻ വേണ്ടിയിട്ട് അക്രമകാരികൾ വരുമ്പോൾ അവരാദ്യം ചെയ്യുന്നത് അവരുടെ ജനതയുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണെന്ന്. അത്തരത്തിൽ ഒരുപാട് എന്താ പറയുക പിടിച്ചടക്കലുകൾ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയോധ്യയാണെങ്കിലും മധുരയാണെങ്കിലും കാശിയൊക്കെ ആണെങ്കിലും നമുക്ക് നഷ്ടമായത്. അത്തരത്തിൽ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഹിന്ദുവിൻ്റെ അഭിമാനമായിരുന്നു യഥാർത്ഥത്തിൽ ചേരമാൻ പെരുമാളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ മറ്റൊരു ധർമ്മത്തിലേക്ക് പോയി എന്നുള്ള കഥകൾ പ്രചരിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഹിന്ദുവിൻ്റെ ആത്മാഭിമാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതൊന്നും ചരിത്രപരമായിട്ട് അടിസ്ഥാനമില്ലാത്ത കഥകളാണ്. ശരിക്കും അപ്പൊ എന്തായിരിക്കും ചേരമാൻ പെരുമാളിന് സംഭവിച്ചത്? ഈ മഹോദയപുരം കേന്ദ്രമാക്കിയിട്ടാണ് കേരളം എന്നുള്ള ആ സ്ഥലത്തെ ചേരമാൻ പെരുമാക്കന്മാരെ ഭരിച്ചിരുന്നത്. അവരുടെ കുടുംബക്ഷേത്രമാണ് അല്ലെങ്കിൽ രാജക്ഷേത്രമാണ് യഥാർത്ഥത്തിൽ തിരുവഞ്ചിക്കുളം ക്ഷേത്രം. ഇപ്പോഴും കാലങ്ങളായിട്ട് ഈ ചേരമാൻ പെരുമാള് സ്വർഗാരോഹണം നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ദിവസം ആടി സ്വാതി ചോഴി എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ ആഘോഷിച്ചു വരുന്നുണ്ട്. ഇപ്പോഴും ധാരാളം ആളുകൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റൊക്കെ പങ്കെടുത്തു വരുന്ന വലിയൊരു ഉത്സവം തന്നെയാണ് അത്. നമുക്കറിയാം, ഇപ്പൊ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു രഥയാത്ര തിരുനാവായയുടെ മണ്ണിലേക്ക് വരികയാണ്. എന്താണ് അത്? എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള? നമ്മള് ഒരു ധർമ്മജ്യോതി രഥയാത്ര എന്നാണ് അതിന് നാമകരണം ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടായിരുന്നു എന്ന് വെച്ചെങ്കിൽ പണ്ട് കാലങ്ങളിൽ പെരുമാക്കന്മാരെ ഭരിച്ചിരുന്ന സമയത്ത്
12 വർഷം കൂടുമ്പോഴുള്ള ഈ മഹാമാഘത്തിൽ വെച്ചിട്ടാണ് അടുത്ത രക്ഷാപുരുഷനെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ രക്ഷാപുരുഷനെ നിശ്ചയിച്ചിരുന്നത്. അത് കേവലം ഒരു അധികാര കൈമാറ്റം മാത്രമല്ല, അങ്ങനെ തീരുമാനിച്ചിരുന്നത് വിദ്യ കൊണ്ടും ജ്ഞാനം കൊണ്ടും അതല്ലെങ്കിൽ സൈനികമായിട്ടും കായികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ ഉയർന്ന വ്യക്തികളെ കേരളത്തിൻ്റെ രക്ഷാപുരുഷനായിട്ട് അവരോധിക്കുന്ന ഒരു ചടങ്ങ് ഈ മഹാമാഘത്തിലൂടെയാണ് നടന്നിരുന്നത്. മാത്രമല്ല അവർ ആ മഹാദേവനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഇവിടെ രക്ഷാപുരുഷ സ്ഥാനം ഏറ്റെടുത്തിരുന്നത്. അപ്പം എല്ലാം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ ഭരണം നടന്നിരുന്നത്. ചേരമാൻ പെരുമാക്കന്മാരുടെ കാലം എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ സാംസ്കാരികമായിട്ട് മാത്രമല്ല രാജകീയമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ഉയർന്ന ഒരു വേദിയാണ് യഥാർത്ഥത്തിൽ മഹാമകം എന്നുള്ളത്. അത് പുനഃസ്ഥാപിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ആത്മീയ കേരളത്തിൻ്റെ ഒരു പുനഃസ്ഥാപനമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും. എത്രത്തോളമാണ് നമ്മൾ ഓരോ വ്യക്തിക്കും ഈ പുനഃസ്ഥാപനത്തിൽ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കുക എന്നാണ് സ്വാമിജിക്ക് തോന്നുന്നത്? 100% ഇത് കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തുന്നത് ഇതിൻ്റെ ഈ ധർമ്മ സംസ്ഥാപനത്തിൽ നമ്മൾ പങ്കുചേരുന്നതിലൂടെയാണ്. കാരണം കേവലം എല്ലാം സങ്കല്പങ്ങളാണ്. ഇപ്പം നമ്മൾ ഉപവാസം ഇരിക്കുന്നു. ഉപവാസം ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണി കിടക്കുന്നത് ഉപവാസമല്ല, മറിച്ച് അത് ഉണ്ടായിട്ട് നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു സങ്കല്പത്തോട് കൂടിയിട്ട് നമ്മളത് ആചരിക്കുമ്പോഴാണ് ഉപവാസമാകുന്നത്. അതുപോലെ നിളാനദിയിൽ സ്നാനം ചെയ്യുന്നു. സ്നാനം നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ആ നിളാനദിയുടെ പ്രാധാന്യവും ഈ സമയത്തിൻ്റെ പ്രാധാന്യവും ഭാരതപ്പുഴയുടെ പ്രാധാന്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സങ്കല്പത്തോടു കൂടി സ്നാനം ചെയ്യുമ്പോൾ അത് ആത്മീയമായിട്ടും മാനസികമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ ഉയർന്ന തലത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നടന്ന യാഗങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത്ര ദിവസം നടന്ന യാഗങ്ങളാണെങ്കിൽ പോലും വിചിത്രമായ യാഗങ്ങളാണ്. കാരണം നമ്മൾ എല്ലായിടത്തും കാണുന്ന യാഗങ്ങളല്ല ഇവിടെ നടക്കുന്നത്. അപ്പൊ അത് ചെയ്യാൻ വരുന്ന ആചാര്യന്മാർ തന്നെ പറയുന്നത് ആദ്യമായിട്ട് ഈ യാഗം ചെയ്യുന്നു. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു അത്ഭുതവും അല്ലെങ്കിൽ അത്യപൂർവമായ ഒരു സംഗമമാണ് നമുക്കറിയാം. അപ്പൊ അതിന്റെ യജമാനായി ഇരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? അല്ല, അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിചിത്രവും അത്ഭുതവും എന്നൊക്കെ തോന്നുന്നത് 10,271 വർഷത്തിന് ശേഷം നമ്മളത് കാണുന്നത് കൊണ്ടാണെന്ന്. ഒരു കാലഘട്ടത്തിൽ ഇത് ഭാരതത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ജീവിതചര്യ ആയിരുന്നു. ഇപ്പൊ നമുക്കറിയാം ഇവിടെ നടന്ന യജ്ഞങ്ങൾ മുഴുവൻ ആദ്യം പിതൃയാനത്തിലെ, ദേവയാനത്തിലെ, ഋഷിയാനത്തിലെ അതുപോലെ തന്നെ എല്ലാ പരമ്പരകളിലും പെട്ടവര് ഈ യജ്ഞങ്ങളിൽ ഭാഗവാക്കായി. അതായത് സനാതന ധർമ്മം എന്ന് പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് നിൽക്കേണ്ടതല്ല, മറിച്ച് അതെല്ലാം ഒരേ സത്തയിൽ ചേർന്നതാണ്, ഒന്നിച്ചുള്ളതാണ്, ഒരു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള യജ്ഞങ്ങളാണ്. അതായത് യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തിൻ്റെ ഒരു വീണ്ടെടുക്കലാണ്, വിരാട് രൂപമാണ് യഥാർത്ഥത്തിൽ ഈ മഹാമാഘത്തിലൂടെ പുറത്തു വരുന്നത്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മലയാളികളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനുള്ള ഒരു എന്താ പറയുക ടെൻഡൻസി കൂടുതലാണ് മലയാളികൾക്ക്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ആത്മീയതയൊക്കെ തള്ളി പറഞ്ഞിരുന്നവർ തന്നെ ഇന്ന് അതിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ വലിയൊരു മാറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ അവസാനം കഴിഞ്ഞ മഹാകുംഭമേളയ്ക്ക് മലയാളികളുടെ വലിയൊരു സാന്നിധ്യം നമ്മൾ കണ്ടു. അതിന് മുൻപുള്ള ഒരു കുംഭമേളയിലും അത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ മലയാളികൾ മാറുകയാണോ അതോ ആത്മീയത മലയാളികളെ മാറ്റുകയാണോ? യഥാർത്ഥത്തിൽ മലയാളി മാറുകയാണോ എന്ന് വെച്ചാൽ ഇപ്പോഴാണ് മലയാളിക്ക് ഇത് മുഴുവൻ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. ഇതിൽ നിന്നെല്ലാം മലയാളി വിട്ടു നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ മലയാളിയെ മാറി ചിന്തിപ്പിക്കുകയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഭാരതത്തിലെ വലിയൊരു ആത്മീയ ഉണർവുണ്ടാക്കിയത് ശങ്കരാചാര്യ സ്വാമികളാണ്. അദ്ദേഹം മലയാളിയാണ്. അപ്പോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ ശങ്കരനെ മറന്നുകൊണ്ട് മറ്റൊരു ശങ്കരന്റെ പുറകെ പോയതാണോ മലയാളിയുടെ അപജയത്തിന് കാരണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്വത്വം തിരിച്ചറിയുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലേക്കുള്ള ഒരു യാത്ര ഇപ്പൊ അങ്ങയെ സംബന്ധിച്ചത് എങ്ങനെയായിരുന്നു? ഇത് വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണെന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു, ഇത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു, ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി സാധിക്കുന്നു, ഇത്രയും ആളുകൾക്ക് ഇതിൻ്റെ പുണ്യം എത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർക്കും എന്താ പറയുക അവനവൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ധർമ്മം ആണ്. തീർച്ചയായിട്ടും. ഇവിടേക്ക് വരുന്ന ഭക്തരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? സനാതന ധർമ്മത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്
സത്യം വധ ധർമ്മം ചര എന്നുള്ളതാണ്. സത്യം പറയുക, ധർമ്മം ആചരിക്കുക. അതാണ് ഭാരതം എല്ലാവർക്കും നൽകുന്ന ഏറ്റവും മഹത്തായ സന്ദേശം. ഈ എൻ്റെ വ്യക്തിപരമായ സംശയമാണ്, ഈ മൗനി യോഗി എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് സംസാരം, ശബ്ദം മുഴുവൻ ചലനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ ചലനം മുഴുവൻ നിശ്ചലമായ ഒന്നിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒന്ന് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അൾട്ടിമേറ്റ് ആവില്ല. അപ്പോൾ ഓങ്കാരം എന്നുള്ളത് ശബ്ദബ്രഹ്മമാണെങ്കിൽ അതൊരിക്കലും അൾട്ടിമേറ്റ് ആവില്ല. അൾട്ടിമേറ്റ് എന്നുള്ളത് നിശബ്ദതയാണ്. ആ നിശബ്ദതയിലേക്ക് യോഗ, അതായത് അതിനോട് സംയോജിക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും യാത്രയുടെ ഏറ്റവും അന്തിമമായിട്ടുള്ള ലക്ഷ്യം. ആ മൗനം, അത് നമ്മൾ ബാഹ്യ മൗനം മാത്രമല്ല, ആന്തരിക മൗനമാണ്. ഒരിക്കലും നമുക്ക് ആ ആന്തരിക മൗനം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അത് സ്ഥായിയായി മാറും, നമുക്ക് സ്വസ്ഥത ഉണ്ടാകും. എങ്ങനെയാണ് അങ്ങേക്ക് ഈ ഒരു ആത്മീയ പാതയിലേക്ക് വരാൻ തോന്നിയത്, അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് എങ്ങനെയായിരുന്നു എന്ന് കൂടി പറയാമോ? അത് യഥാർത്ഥത്തിൽ ഷിർഡി സായിബാബയുമായിട്ടുള്ള ഒരു സ്വപ്ന ദർശനം, അല്ലെങ്കിൽ ധ്യാനത്തിലുണ്ടായിരുന്നുള്ള ദർശനത്തിലൂടെയാണ് ഈ പാതയിലേക്ക് വന്നത് തീർച്ചയായിട്ടും. കാരണം ആ കാലഘട്ടത്തിലൊന്നും എനിക്ക് എന്താ പറയുക, വേദങ്ങളെക്കുറിച്ചോ പുരാണങ്ങളെക്കുറിച്ചോ മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ അതെല്ലാം ആയിരക്കണക്കിന് എക്സ്പീരിയൻസുകളിലൂടെ ബാബ എന്താണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്ന് പഠിപ്പിച്ചു. അതാണ് അപ്പൊ ജീവിതം മാറ്റിമറിച്ചത്. അതാണ് ജീവിതം മാറ്റിമറിച്ചത്. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിച്ചതിലും. സന്തോഷം.